ഒഴുകുന്ന ഈ പുഴയുടെ കുറുകെ വെള്ളക്കുപ്പായമിട്ട് നിൽക്കുന്നത് 30 വയസ്സോളമുള്ള 45 ചെറുപ്പക്കാരാണ്. CMI സഭയിൽ നീണ്ട 15 വർഷത്തെ സെമിനാരി പഠനത്തിന് ശേഷം ഈ ദിവസങ്ങളിൽ വൈദിക പട്ടം സ്വീകരിക്കുന്ന ഈ യുവാക്കളെ ചിലർ അനുഗ്രഹീതർ എന്ന് വിളിക്കും, മറ്റു ചിലർ ഭാഗ്യവാന്മാർ എന്ന് വിളിക്കും, വേറെ ചിലർ മണ്ഡന്മാർ എന്ന് വിളിക്കും. എന്തായാലും ഒഴുക്കിനെതിരെ ഉറച്ച കാൽവയ്പുകളുമായി അവർ വൈദിക ജീവിതം ആരംഭിക്കുകയാണ്. പുരോഹിതരുടെ ജീവിതം ആഘോഷിക്കപ്പെടുന്നതിനേക്കാൾ ആക്രമിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എന്തിന് വൈദിക പട്ടം സ്വീകരിക്കുന്നു എന്ന ചോദ്യത്തിന് ഇവർ നൽകുന്ന ഉത്തരങ്ങളാണ് പോസിറ്റീവ് സ്ട്രോക്കിന്റെ ഈ അധ്യായത്തിൽ. ഒരു ചോദ്യം, 45 ഉത്തരങ്ങൾ. കുറവുകളെ നിറവുകളാക്കുന്ന നല്ല തമ്പുരാന് വേണ്ടി ഈശോയുടെ കൂടെ ആയിരിക്കാനും ഈശോയ്ക്കായി ഐക്യപ്പെടാനും ഈ ജീവിതം ഒരു വലിയ സ്വാതന്ത്ര്യവും അനുഗ്രഹവുമാണ്. ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി ജീവിക്കുവാൻ, ദൈവകൃപയുടെ കാര്യസ്ഥനായി ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഒരു പുരോഹിതനാകാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ക്രിസ്തു എന്നെ അവിടുത്തെ ഒരു പുരോഹിതനാക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവസ്നേഹത്തിൽ ആഴപ്പെടുവാനും സഹോദരങ്ങളെ സേവിക്കുവാനും ഈശോയിലൂടെ കിട്ടിയ സ്നേഹം മറ്റുള്ളവർക്ക് പകർത്തു നൽകാൻ, ഒന്നിനും തൃപ്തി കണ്ടെത്താത്ത ഈ ലോകത്തിൽ ദൈവസ്നേഹത്തിന്റെ സംതൃപ്തി ആസ്വദിക്കാൻ, അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ ലോകത്തിന് നൽകുവാൻ, ദൈവത്തിന് വേണ്ടി ബലിയാകുവാനും ദൈവജനത്തിന് ബലിയേകുവാനും. എന്റെ ദൈവം എന്നെ ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തുവിലൂടെ എല്ലാം ചെയ്യാനാണ് സന്യാസം. ഈശോയോട് ചേർന്നിരിക്കാൻ ഏറ്റവും നല്ല ജീവിതശൈലിയാണ് പൗരോഹിത്യം. ജീവൻ നൽകിയവനെ ജീവനോളം സ്നേഹിക്കുവാൻ ഈ ജീവിതം. ദൈവം ആഗ്രഹിച്ചു, ദൈവം അനുവദിച്ചു, ഞാൻ അനുസരിച്ചു. ദൈവകരുണയുടെ മുഖമായി തീരുവാൻ, ക്രിസ്തു സ്നേഹത്തിന് സാക്ഷിയാകുവാൻ, ദൈവത്തെ കൂടുതലായി സ്നേഹിക്കുവാൻ, മനുഷ്യരുടെ പ്രാർത്ഥനയുമായി ദൈവത്തിങ്കിലേക്കും ദൈവത്തിന്റെ അനുഗ്രഹമായി മനുഷ്യരിലേക്കും കടന്നു ചെല്ലുവാൻ, കൂടപ്പിറപ്പുകളിൽ ക്രിസ്തുവിനെ കാണുവാനും അവർക്ക് വേണ്ടി കരവും സ്വരവും ഉയർത്തുവാനും, ദൈവത്തിന്റെ സ്വപ്നം എന്നിലൂടെ നിറവേറ്റുവാൻ, ദൈവജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ. എന്റെ ദൈവം തന്റെ സ്നേഹത്തിലേക്ക് എന്നെ വിളിച്ചതുകൊണ്ട് എന്നെ സ്വന്തമാക്കിയവനെ എനിക്കും സ്വന്തമാക്കുവാൻ, ദൈവത്തിന്റെ എളിമയിൽ വളരുവാനും മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുവാനും, കർത്താവിന് വേണ്ടി മുറിയപ്പെടുവാൻ, ദൈവകൃപ സ്വീകരിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും, ത്യാഗങ്ങളെ നിയോഗങ്ങളാക്കി വിശുദ്ധനായ ഒരു വൈദികനായി തീരുവാൻ, ദാനമായി ലഭിച്ചത് സ്നേഹമായി പകർന്നു നൽകുവാൻ, ഈശോയെ പോലെ പരിമിതികളില്ലാതെ സ്നേഹിക്കാനും പരാതിയില്ലാതെ പ്രവർത്തിക്കാനും. എന്നെ തിരഞ്ഞെടുത്തവനെ സന്യാസ പൗരോഹിത്യം വഴി ഞാനും തിരഞ്ഞെടുക്കുന്നു. തിരുഹൃദയ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ക്രിസ്തു എന്നെ തിരഞ്ഞെടുത്തതുകൊണ്ട് വെല്ലുവിളികൾ നിറഞ്ഞ ലോകത്തിൽ ക്രിസ്തുവിന്റെ ഒരു നല്ല പടയാളിയായി തീരുവാൻ, ദൈവസ്നേഹത്തിന്റെ ഒരു ചാലകമായി തീരുവാൻ, ക്രിസ്തുവിനോടൊപ്പമായിരിക്കുവാനും അവനു വേണ്ടി ഐക്യപ്പെടുവാൻ, ദൈവരാജ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, വചനത്തിലൂടെ ദൈവസ്വരമായി മാറുവാൻ, മുഴുവനായും ഈശോയ്ക്ക് നൽകാൻ, ഈശോയെ നൽകാൻ, ദൈവത്തിന് സ്വന്തമായി തീരുവാൻ, ലോകമെങ്ങും രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ, മറ്റൊരു ക്രിസ്തുവായി തീരുവാൻ, ദൈവജനത്തെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കാൻ. തമ്പുരാൻ എന്റെ ജീവിതത്തിൽ നൽകിയ കൃപകൾക്ക് പ്രത്യുത്തരം നൽകുവാൻ, തമ്പുരാനോട് ഒപ്പമായിരിക്കുവാൻ. കാലത്തിന്റെ ഒഴുക്കിനെതിരെ സഞ്ചരിക്കുന്ന ഇവരുടെ കാലടികൾ വഴുതാതിരിക്കുവാൻ അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.